ഇന്ന് വൈകുന്നേരം ചായക്ക് പഴം വെച്ചിട്ടൊരു അട പുഴുങ്ങാമെന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത്. ചെറുപഴമാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി കോളം അരിപ്പൊടിയും കൂടിയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലേക്ക് പഴവും നാളികേരവും ഏലക്കായൊക്കെ കൂടി ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് ഒഴിക്കുക. പിന്നെ കുറച്ച് ശർക്കര നീരും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാവ് റെഡിയാവും. എന്നിട്ട് നമ്മളിങ്ങനെ വാഴയിലയിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതാണ് സംഭവം. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ പഴമൊക്കെ ബാക്കി വരുമ്പോഴേ കറുത്ത നിറമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്കൊന്നും അത് വലിയ ഇഷ്ടമാവില്ല. നമുക്ക് കഴിക്കാനൊരു മടിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഈ പഴം കുറച്ച് സ്പെഷ്യലാണ്. ഇതെൻ്റെ വീട്ടിൽ അമ്മ വാഴ വെച്ചുണ്ടാക്കി അതിന്മേൽ ഉണ്ടായിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം എനിക്ക് ബാക്കി വന്നു. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ ഇലയില്ല. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ഇല ഇവിടെ എൻ്റെ വീട്ടിലേക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുമ്പോൾ നിന്നിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ വാഴയില ആവശ്യം വരുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. അങ്ങനെ ഇങ്ങനെ മാവൊക്കെ റെഡിയാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ഇരിക്കും കേട്ടോ. അങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ പിന്നെ അത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലധികം പഴമൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് കണ്ടില്ലേ, അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഇതിൻ്റെ ഇങ്ങനെ ആവി വരുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് പുഴുങ്ങും. അപ്പോഴേക്കും നമ്മുടെ കുട്ടിപ്പട്ടാളം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് വീട്ടിലെത്തിയിട്ടുണ്ട്. അവന്മാരിങ്ങനെ ഇങ്ങനെ ഫുട്ബോളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അപ്പം നല്ല പോലെ പാകമായിട്ടാണ്. ഇപ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, നല്ലൊരു സ്മെല്ലാണ്. അങ്ങനെ ഞാനപ്പോൾ അവന്മാരും കൂടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരായിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹാപ്പിയായി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ രണ്ടുപേര് കഴിക്കണില്ല കേട്ടോ. അവന്മാർക്ക് ഇങ്ങനത്തെ അവിടെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞവർ മാറിയിരിക്കുന്നുണ്ടേ. ഇത്രയേ ഉള്ളൂ.